ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ വേഗം വരണേ. സ്വർഗീയവാസം ഓർത്തിടുമ്പോൾ ആനന്ദത്താലുള്ള നിറഞ്ഞിടുന്നു. സ്വർഗീയവാസം ഓർത്തിടുമ്പോൾ ആനന്ദത്താലുള്ള നിറഞ്ഞിടുന്നു. കഷ്ടങ്ങൾ മാറും, കണ്ണുനീർ തീരും, അങ്ങന്റെ കൂടെ വസിച്ചിടുമ്പോൾ. കഷ്ടങ്ങൾ മാറും, കണ്ണുനീർ തീരും, അങ്ങന്റെ കൂടെ വസിച്ചിടുമ്പോൾ. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ വേഗം വരണേ. മധ്യാകാശേ നിന്റെ വരവിനായി പ്രത്യാശയോടെ ഞാൻ കാത്തിരിക്കുന്നു. മധ്യാകാശേ നിന്റെ വരവിനായി പ്രത്യാശയോടെ ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ കർത്താവേ വേഗം വരണേ, 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 ആമേൻ കർത്താവേ വേഗം വരണേ. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah, hallelujah. Glory, 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 hallelujah, hallelujah. Stotram, 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 stotram. ഇവിടെ പ്രാർത്ഥിച്ച് നമ്മെ ആരംഭിക്കാൻ പോവുകയാണ്. Hallelujah, hallelujah, hallelujah. ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. Hallelujah. ഇന്ന് രാത്രി കർത്താവേ, hallelujah, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാതപെട്ട് കടന്നു വരുവാൻ സ്വർഗ്ഗം നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. Hallelujah. കഴിഞ്ഞ രണ്ട് രാത്രിക്കാലം ഞങ്ങളോട് വ്യക്തമായി സംസാരിച്ച അങ്ങയുടെ പരിശുദ്ധാത്മാവ് തന്നെ ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കുന്നത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ജനത്തെ എത്രയും പെട്ടെന്ന് കൂട്ടിവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ ഞങ്ങളോട് ഒന്നിച്ച് അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ദൈവകൃപയിൽ ഇന്ന് രാത്രികാലം ആയിരിക്കാനിടയാകുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് പകൽക്കാലം കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ വിവിധ ഇടങ്ങളിൽ ആരാധിച്ച് കർത്താവേ അങ്ങയെ മഹത്വപ്പെടുത്തി കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ രാത്രി ഞങ്ങൾ ഒന്നിച്ചോടെ കൂടുമ്പോൾ കർത്താവേ അങ്ങയുടെ സാന്നിധ്യങ്ങളുടെ മേൽ പടരുവാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. തിരുകൃപയിൽ ഞങ്ങളെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. ദേശത്തിന്റെ ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ കർത്താവേ നിന്റെ മക്കളെ കൂട്ടിവരുത്തുമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ കർത്താവേ. ദൈവത്തിന്റെ മഹിമ കണ്ട സാക്ഷികളായി നിൽപ്പാൻ ഇന്ന് രാത്രി ഞങ്ങളെ ഇടയാക്കുമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രി ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കുന്നത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ഇന്ന് രാത്രി ഞങ്ങളുടെ ഹൃദയത്തിൽ രൂപാന്തരം വരുത്തുന്നത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളെല്ലാവരെയും വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ മധ്യേ കർത്താവേ വചനം സംസാരിപ്പാൻ അയച്ചിരിക്കുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ മകനെ കർത്താവേ ആത്മാവിന്റെ ശക്തിയാൽ രാത്രികാലം നിറച്ച കർത്താവേ. വചനത്തിന്റെ വാതിലുകളെ ദാസനെ തുറന്നു കൊടുത്ത കർത്താവേ. തിരുവചനത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ നിന്റെ ദാസന് മേൽ അഭിഷേകത്തിന്റെ ശക്തി പകരുന്ന കർത്താവേ. അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. ദൈവത്തിന്റെ കൃപയിൽ ഞങ്ങളെ നിറച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രക്തകോട്ടകൾ ഞങ്ങളെ കർത്താവേ മറച്ചു കളഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പരിശുദ്ധാത്മാവിനെ രാത്രികാലം ഞങ്ങളെ മുദ്രയെടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ ഈ ആലയത്തിന് ചുറ്റും കർത്താവിനെ ദൂതനെ കാവലായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാവരെയും വഹിച്ചു കൊള്ളണമേ. മഹത്വത്തിന്റെ കർത്താവിനെ. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ കർത്താവേ. ഹല്ലേലൂയ. അപ്പോൾ ഈ സമയത്ത് കർത്താവിന്റെ ദാസന്മാരെ മുമ്പോട്ട് കടന്നു വന്ന് പാട്ടുപാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പാട്ടുപാടുന്ന കർത്താവദാസന്മാരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. അന്ത്യകാലം വന്നടത്തെ പെന്തക്കോസ്തിൻ ജ്വാലയാണി. അന്ത്യകാലം വന്നടത്തെ പെന്തക്കോസ്തിൻ ജ്വാലയാണി. കർത്താവോടെ Hallelujah.
ദൂരത്തുനിന്ന് ധ്യാനത്തുനിന്ന് കടന്നു വന്നവരുണ്ട്. ഇന്ന് വക്കാലം നമ്മള് വിവിധ ഇടങ്ങളിൽ കർത്താവിനെ ആരാധിച്ചു
തന്നെ ഓർമ്മ ദൈവത്തെ സ്തുതിക്കാം. ശക്തമായ ദൈവിക ദൂതങ്ങൾ നമ്മളെ കേൾപ്പിച്ചു. ഇന്ന് രാത്രിയിലും ഹല്ലേലൂയ ആ ദൈവശക്തി തന്നെ ദാസിൽ കൂടി യാചിക്കേണ്ടതിന് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടി യാചിക്കേണ്ടതിന് വേണ്ടി കർത്താവദാസനെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. ഈ പ്രസ്ഥാനത്തിന് ദാസൻ ചാണ്ടിയെ തന്റെ കുടുംബത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കാം. വളരെ ബന്ധപ്പാടോടുകൂടി ദൈവത്തിന്റെ വചനം ദൈവങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കണമെന്നുള്ള വലിയ ചിന്തയോടെ, വളരെ ത്യാഗത്തോടെ കഴിഞ്ഞ 8 വർഷക്കാലം ദാസനും ഭാഷയും ഹാലിലൂടെ കടന്നു വന്ന് ദൈവജനം അഭ്യസിപ്പിക്കുവാൻ വേണ്ടതായിട്ടുള്ള എല്ലാ നേതൃത്വങ്ങളും എല്ലാ സൗകര്യങ്ങളും തന്നെ ഒരുക്കി കൊടുത്തു ഓർക്കുമ്പോൾ എത്രമാത്രം നമ്മളെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ നമ്മൾ കടപ്പെട്ടവരാണ്. എങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിക്കാലം കർത്താവദാസനെ കുടുംബത്തെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഈ സഭയോർത്ത് നമുക്ക് പ്രാർത്ഥിക്കുന്നതിന്റെ വാതിലുകൾ തുറന്നിട്ട് കൊടുക്കുവാൻ, ദൈവജനം അഭ്യസിപ്പിക്കുവാൻ, ദൈവത്തിന്റെ വാതിൽ മറ്റുള്ളവരെ സംഗ്രഹിപ്പിക്കുവാൻ ഈ ദൈവാലയം കൊടുത്ത കർത്താവദാസനെ സഭയിലുള്ള പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്ന് രാത്രികാലം കടന്നു വന്ന എല്ലാവരും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മളെല്ലാ ദൈവങ്ങളും ആരും പ്രാർത്ഥിക്കുന്നുള്ളതല്ല, എങ്ങനെ പ്രാർത്ഥിക്കുന്നുള്ളതല്ല പ്രിയമുള്ളവരെ. ഇന്ന് ഹൃദയത്തിന്റെ അന്തർഭാഗത്തുള്ള ഒരാവരോടെ ഓരോ നിന്നെ ശക്തീകരിക്കണമെന്ന് ഇതിനെ ബലപ്പെടുത്തണമെന്നുള്ള പ്രാർത്ഥനയോട് നമ്മൾ ദൈവസന്നായിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കർത്താവ് നമുക്ക് ഇടയാകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 2 കർത്താവദാസന്മാരും കൂടെ കടന്നു വന്ന് ഇന്ന് ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമല്ലോ. ആദ്യമായിട്ട് കർത്താവദാസൻ പാസ്റ്റർ ബിജു പി നയനാനും അതിനുശേഷം കർത്താവദാസൻ പാസ്റ്റർ ചോയ് മാത്യൂസും കടന്നു വന്ന് ഹല്ലേലൂയ ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നമ്മൾ തന്നെ താഴ്ത്തി ഇന്ന് രാത്രി കർത്താവേ ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഇന്ന് കർത്താവേ മനുഷ്യ ശബ്ദം കർത്താവേ ദൈവശബ്ദം കേൾക്കുന്ന കർത്താവേ അടികളെ താഴ്ത്തുന്ന കർത്താവേ നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്വർഗീയ പിതാവേ ഞങ്ങൾ നിനക്ക് നന്ദിയോടുള്ള ഹൃദയത്തോടുകൂടി കർത്താവേ നിന്റെ മക്കളായ അടികൾക്ക് കർത്താവേ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കർത്താവയുടെ കുടിവരുന്ന കർത്താവിന്റെ കുടിവരുത്തിനായ സ്തോത്രം. കർത്താവേ ആലയത്തിൽ ഒരുക്കിയതിനായ സ്തോത്രം. കർത്താവേ സഹോദരന്മാരെ ഒരുക്കിയതിനായ സ്തോത്രം. സഹോദരന്മാരെ കൂട്ടിക്കൊണ്ടതിനായ സ്തോത്രം. ദേവാസന്മാരെ ഒരുക്കിയതിനായ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. അടികളെ താഴ്ത്തുമ്പോൾ കർത്താവേ അങ്ങയുടെ നാമം ഉയർത്തുവാൻ കർത്താവേ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ സ്വർഗ്ഗമേ നന്ദിയോടെ സ്തോത്രം. യേശുവേ നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ അടികളെ ഇടപെടുന്നതിനായ സ്തോത്രം. ഹൃദയങ്ങളെ തുറക്കണമെന്ന് കർത്താവേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് കർത്താവേ പഠിപ്പാനായിട്ട് കർത്താവേ ഈ വിദ്യാലയം സ്തോത്രം കർത്താവേ. അതിനു വേണ്ടി മുഖാന്തരം ഒരുക്കിയതിനായ സ്തോത്രം. ദൈവദാസിയെ ദാസനെ ഒരുക്കിയതിനായ സ്തോത്രം കർത്താവേ. അധ്യാപകരെ ഒരുക്കുന്നതിനായ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. നന്ദിയോടെ സ്തോത്രം കർത്താവേ. അതൊക്കെ അപ്പുറമായി കർത്താവേ ഞങ്ങൾക്ക് കർത്താവേ ഈ കർത്താവേ പാട്ടുകാരൻ പാടിയതുപോലെ കർത്താവേ ആ രക്ഷയുടെ അനുഭവത്തിൽ ഞങ്ങൾ കൂട്ടിക്കൊണ്ടതിനായ സ്തോത്രം. ഞങ്ങൾ വീണ്ടും അനുഭവം ഞങ്ങൾക്ക് അനുഭവിച്ചറിയുന്ന കർത്താവേ അത് ആത്മാവിന്റെ അർത്ഥത്തിലും സത്യത്തിലും കർത്താവേ അനുഭവിച്ചറിയുന്ന സത്യത്തിൽ ഞങ്ങൾ കർത്താവിനെ ജയിക്കാൻ. ഓ ഗ്ലോറി ടു ഗോഡ്. കർത്താവേ ഹല്ലേലൂയ. ആ നഷ്ടപ്പെട്ടവരെ മഹത്വം കർത്താവേ. ഹല്ലേലൂയ. ഓ വീണ്ടും കൊണ്ടു കർത്താവേ ഞങ്ങളെ വിളിച്ചതിനായ സ്തോത്രം. വേദനിച്ചതിനായ സ്തോത്രം. രക്ഷണ അനുഭവങ്ങൾ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ അനുഭവിക്കുമ്പോൾ കർത്താവേ ഇന്ന് പകർത്താൻ കർത്താവേ. ഹല്ലേലൂയ. ഇറാഖിൽ കർത്താവേ ആഫ്രിക്കൻ സഭകളിൽ അനേക രാജ്യങ്ങൾ കർത്താവേ കൂട്ടങ്ങൾ നടക്കുമ്പോൾ കർത്താവേ യേശുവേ നിന്റെ സുവിശേഷം കൊണ്ടക്കണം അതിന് അനവധികൾ വർദ്ധിക്കുന്നു കർത്താവേ. അതിന് കർത്താവേ അങ്ങനെ പഠിച്ച് ഞങ്ങൾ കർത്താവേ ഞങ്ങളുടെ കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾ കർത്താവേ ഞങ്ങൾ മികച്ചവർക്ക് കാണുന്നതിന് അപ്പുറമായിട്ട് യേശുവേ കർത്താവേ ഹല്ലേലൂയ അനേകർക്ക് വേണ്ടി കർത്താവേ ഓ സത്യത്തിന്റെ ആത്മാവിനെ കർത്താവേ ആ വിവിധ കർത്താവേ ഹല്ലേലൂയ സുവിശേഷം ഘോഷിക്കപ്പെടണം. അടികളിൽ വേർതിരിച്ചതിനായ സ്തോത്രം. കർത്താവേ ലജ്ജ കൂടാതെ അടികളിൽ കർത്താവേ ഹല്ലേലൂയ ഈ സഭയും ഇവിടെയുള്ള സഭകൾ ന്യൂയോർക്കിലെ സഭയുടെ കർത്താവേ ഹല്ലേലൂയ നിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട കർത്താവേ ഒരുക്കുന്നതിനായ സ്തോത്രം. ഇവിടെ പഠിക്കുന്ന എല്ലാ കർത്താവേ വിദ്യാർത്ഥികളെയും കർത്താവേ ഹല്ലേലൂയ ഓ ഞങ്ങളുടെ കർത്താവ് നിനക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട കർത്താവേ ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ ലജ്ജയില്ലാതെ സുവിശേഷം നിൽപ്പാണ്ടാക്കണം. ഓ ഹല്ലേലൂയ കർത്താവേ നടത്തുന്നു പ്രാർത്ഥിക്കുന്നു. ഓ നിന്റെ കർത്താവേ ഹല്ലേലൂയ സ്ഥാനത്തിന് വേണ്ടിയല്ല മഹത്വത്തിന് വേണ്ടിയല്ല അങ്ങനെ മാത്രം മഹത്വമുള്ള കർത്താവേ ഞങ്ങളുടെ കർത്താവ് ലോകത്തിലെത്തോളം കർത്താവേ സുവിശേഷം നിൽപ്പാണ്ടാക്കണം കർത്താവേ. ഇന്ന് വേർതിരിക്കുന്ന ദിവസമായിട്ട് ഇന്ന് കർത്താവേ നിങ്ങൾ ഡിഗ്രി വാങ്ങിച്ചുള്ള അല്ല കർത്താവേ യേശുവിന്റെ കർത്താവേ ലജ്ജയില്ലാതെ സുവിശേഷം നിൽപ്പാണ്ടാക്കണം കർത്താവേ. അതിനോട് സമർപ്പിക്കുന്നു. അതിനെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അതിനോട്
സംസാരിക്കണം. അറിയുമ്പോൾ സംസാരിക്കുന്നത് ദേവാസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വേണ്ടി അറിയുന്നവരെ താഴ്ത്തി പറഞ്ഞേൽപ്പിക്കുന്നു. സഹോദരന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദേവാസിമാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അറിയുന്നത് പൂർണ്ണമായി സമർപ്പിക്കുന്നു. അറിയുന്നത് സംസാരിക്കണം. ഞങ്ങൾ നിറഞ്ഞവരായ കർത്താവേ, ഞങ്ങൾ ഓർത്തക്കൊണ്ട് കർത്താവേ, ഞങ്ങൾ കർത്താവിനെ വെളിച്ചമായ ലോകത്തിന്റെ അകത്തോളം ഓർത്തക്കൊണ്ട് കർത്താവേ, ഇന്ന് കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥനകളുടെ സ്തോത്രം സകലജീവിതത്തിൽ ജീവിതത്തിൽ യേശുവിന്റെ നാമത്തിൽ പിതാവേ. Father, this is a night, this is a day that you have set apart to reveal your glory, your majesty, God. We want to sit under the shadow of your power. Your anointing will be here so powerfully manifest, that our hearts will be touched and stimulated and stirred up. Let God arise in the midst of us, O God. Let all the enemies be scattered. The enemy would be confounded, O God, by thy power and by the power of the word of God. Help us, O God, to sit with a receptive heart. As the word of God is spoken, Lord Jesus, help open our hearts to receive your word. That any kind of opposition would be quelled, and anything that stands in the way of God, like a wall, would be removed and torn down. Lord Jesus, we declare this is a day that is set apart by you, Lord God. And Father, we pray that our hearts would be ready, our bodies would be ready, our spirits would be ready, Lord Jesus. Let your name be declared in this place. Thus all the people, all men of God who are about to minister here, Lord Jesus, any other ministry or the other kind of activities that is to take place, Lord God, will be done with thy anointing and thy power. So let's help us, Lord God, to sit relaxed under your power. In Jesus' name, amen. നിന്റെ വചനം കാലയിൽ അധികാരികളോട് സംസാരിപ്പാൻ ക്ലാസ്സുകളിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളാരും കയ്യിൽ പല കാണും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാണ്. എവിടെയെല്ലാം വചനങ്ങൾ എല്ലാം കടന്നു ചെന്നിട്ട് കഥാവെ രൂപാന്തരപ്പെടുവാൻ രോഗികൾ സൗഖ്യമാകുവാൻ ബലഹീനന് ബലപ്പെടുവാൻ ബന്ധങ്ങളൊക്കെ പുതുക്കപ്പെടുവാൻ സ്നേഹബന്ധങ്ങളൊക്കെ പുതുക്കപ്പെടുവാൻ ഇന്ന് രാത്രി കാലത്ത് ദൈവത്തിന് ശുശ്രൂഷയാൽ കഥാവെ നിലയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ താൻ വേണ്ടി ആശിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. കർത്താവിന്റെ മഹത്വം. ഇന്ന് നമുക്ക് ഈ ബൈബിൾ സ്കൂളിന്റെ 8ാമത്തെ കൺവെൻഷൻ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. സ്തോത്രം. കഴിഞ്ഞ 2 രാത്രികാലമായി നാം ദൈവത്തിൽ കടന്നു വന്ന ദൈവത്തിന്റെ വചനം വളരെ ശക്തമായിട്ട് പ്രഘോഷിക്കപ്പെടുവാൻ, അത് കേൾക്കുവാൻ സന്തോഷപൂർവ്വം നമ്മെ സഹായിച്ചു. അതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ഈ നാളുകളിൽ വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് നമ്മുടെ പിതാക്കന്മാർ പ്രസംഗിച്ചപ്പോൾ രക്ഷ, മാനസാന്തരം, സ്നാനം, വിശുദ്ധി, വേർപാട്, ആത്മസ്നാനം, കർത്താവിന്റെ വരവുന്ന വിഷയങ്ങളൊക്കെയായിരുന്നു ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും കേൾക്കാനില്ല. സ്റ്റേജുകളിൽ വളരെ കുറവായിട്ട് കേൾക്കാനുള്ളൂ. എന്നാൽ ഈ നാളുകളിൽ നാം കേൾക്കുന്ന വചനങ്ങൾ നമ്മെ രൂപാന്തരപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെ നമുക്കൊരു മാനസാന്തരം അത്യാവശ്യമായി വന്നിട്ടുള്ളത് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. അതിനുതകുന്ന വചനങ്ങളാണ് ദിവസം നമ്മൾ കേൾക്കേണ്ടത്. അതുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി പോകാൻ ഒരുങ്ങുന്നവർക്ക് വേണ്ട വചനങ്ങൾ ദിവസങ്ങൾ നമ്മൾ പല രീതിയിൽ കേൾക്കുന്നുണ്ട്. ഈ ദിവസം ഒരുങ്ങി ജീവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. കർത്തദാസൻ അത് വളരെ ശക്തമായി ഇവിടെ ഊന്നി പറയുന്നുണ്ട്. അതുകൊണ്ട് കർത്തദാസിന്റെ ഓർത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് ഫെലിസിറ്റേഷന് വേണ്ടി 2-3 പേര് മുന്നോട്ട് കടന്നു വരും. അവരുടെ ജീവിതത്തിൽ ബൈബിൾ സ്കൂൾ എപ്രകാരം പ്രയോജനമായി തീർന്നുവെന്ന് 1-2-3 മിനിറ്റുകൾ പറയും. അതിപ്പോൾ സമയമെടുക്കാൻ നമുക്ക് പല ശുശ്രൂഷ നടക്കേണ്ടതുണ്ട്. അവരുടെ ദയവായി മുന്നോട്ട് കടന്നു വരിക. സിസ്റ്റർ റോസം സാം, Brother Roger Sam, and Brother Sam Abraham, will you come forward and take up one message? എല്ലാ ദേവദാസന്മാരെയും വന്ദനം ചെയ്യുന്നു. ഞാനിന്ന് നൽകുന്നത് ആത്മീയമായിട്ടുള്ള ദൈവത്തിന് എൻ്റെ ജീവിതത്തിലുള്ള പദ്ധതിയുടെ ഒരു ഭാഗമായിട്ടാണ്. സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതിനാണ് രണ്ട് വാദങ്ങളുള്ള ദൈവത്തിന് ശരിയായിട്ടുള്ള വാദമാണ്. എന്തിനായി ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാകാൻ, ഭാഗ്യവാനും ഭാഗ്യവതികളാകുന്നത് ടിക്കറ്റ് എടുക്കുന്നതല്ല. അത് റെവലേഷൻ 1:3 ഇങ്ങനെ പറയുന്നു,
ഈ വചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നവർ പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ഞാൻ കുറിച്ചത് ഭാഗ്യവാന്മാർ നമ്മളെ ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പം നമ്മൾ സത്യവചനം പ്രമാണിക്കണമെങ്കിൽ അതാരെങ്കിലും നമ്മളെ പഠിപ്പിച്ചിരിക്കണം, അത് നമ്മൾ കേട്ടിരിക്കണം. അതിനായിട്ടാണ് ഞാനും ഇതിനുള്ളത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മനുഷ്യൻ്റെ ബാക്ക്ഗ്രൗണ്ട് കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. ഞാനൊരു റോമാ കാത്തലിക് സഭയിൽ നിന്നും വന്നതാണ്. അപ്പോൾ ഞാനിതിന് 5 വർഷം മുന്നേ ഇതിനെപ്പറ്റി അറിയാനും അത് വെരി ക്യൂരിയസ് അബൌട്ട് ഇപ്പം ഞാൻ ഒരു നിമിഷം കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ചേർന്ന് എൻ്റെ മദറിനെ ഒത്തിരി ഓർക്കുകയാണ്. ആ അമ്മച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ എന്നെ കമ്പനിയിൽ പ്രാർത്ഥിക്കുന്നില്ല, ട്രൂത്തിനെ പോലായിരിക്കണമേ, എസ്എമ്മിനെ പോലായിരിക്കണമേ. എൻ്റെ ഹസ്ബൻഡിനെ പറ്റി പറയുന്നതാണ്, ശമുവേൽ പാവനെ പോലായിരിക്കണം. അന്നൊന്നും എനിക്കറിയത്തില്ല ഇവരുടെ പ്രത്യേകത എന്താണ്. ഞാൻ മനസ്സ് കുറേയൊക്കെ വായിച്ചു നോക്കി, പക്ഷെ ഒന്നും എനിക്ക് അതിന് പൊരുളൊന്നും ഡീപ്പായിട്ട് മനസ്സിലായില്ല. ഇങ്ങനെ എല്ലാവരും ഞങ്ങളെല്ലാവരും കുടുംബം പറയും, എനിക്കാണ് കാക്ക ഭക്ഷണം കൊടുക്കും, ദൈവം കാക്കയ്ക്കും കൂടി ഭക്ഷണം കൊടുക്കും, തൻ്റെ കുഞ്ഞിനെ ഉറക്കത്തിൽ കൊടുക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഇതെന്തൊക്കെയാ, എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലല്ലോ. അപ്പം ഞാനിങ്ങനെ ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് പഠിക്കണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും കലീസിന് വാഴ്ചകളൊക്കെ വായിച്ചാൽ അവർക്ക് കേൾക്കുമ്പോൾ അറിയാൻ മനസ്സിലായില്ല. 5 വർഷം മുമ്പ് ഇങ്ങനെ ഒരു സാധനങ്ങളൊന്നും പഠിക്കാനായിട്ട് ഞാൻ വന്നു. വന്നപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്നെ നാട്ടിലെ രീതിയിലനുസരിച്ച് നമ്മളെ അഡ്മിഷന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്, നിങ്ങളുടെ പേര് പറഞ്ഞു. അപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുന്നതുള്ളൂ, ഇയാളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാറുണ്ട്. എൻ്റെ മനസ്സിലാണ് ഇതിലൂടെ വന്നാൽ കൊള്ളായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടെ പഠിക്കാൻ വന്നു. 5 വർഷം ഞങ്ങൾ MPH കംപ്ലീറ്റ് ചെയ്തു. ഞാൻ കുറേ എന്നെക്കാളും കൂടുതൽ അറിയാം, ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ 5 വർഷം കൊണ്ട് പഠിച്ചിട്ടും ഒന്നും ആയിട്ടില്ല. The depth is so deep. So I continuously wanted to study. ഈ വചനങ്ങൾ വായിച്ചപ്പോൾ പലപ്പോഴും it shaped me and allowed me to shape and also mold me and shape it, and it is building. I am in the process of building. It is not, I am nothing yet. It is my only first step. ഈ സമയത്ത് ഞാൻ ബൈബിൾ സ്കൂളിൽ സ്ഥാപിച്ച ഡോക്ടറിൻ്റെ പൈലറ്റ് നോക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തെ കൺവെൻഷൻ വന്നപ്പോഴും അദ്ദേഹം സ്കൂളിൽ നിന്നാണ് പ്രേരിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു ദിവസം കൂടി വരുമായിരുന്നു, അറ്റ്ലീസ്റ്റ് ഇപ്രാവശ്യം അവർക്ക്. പിന്നെ ഈ സ്ഥലം ഒരുക്കി തന്ന ഈ സഭയോട്, ഇതിൻ്റെ നേതൃത്വങ്ങളിലേക്കുള്ള പാസ്റ്ററോട്, സഭാവിശ്വാസികളോട് ഈ സമയത്ത് ഞങ്ങളുടെ എല്ലാവരും ഈ സ്കൂളിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് നന്ദി പറയുകയാണ്. അതല്ല എൻ്റെ ഉദ്ദേശം. ഇപ്പം ഞാനിനി ഞങ്ങളെ ലീഡ് ചെയ്യുന്ന ക്യാമ്പസിനെ പറ്റിയാണ് പറയാതിരുന്നാൽ പറ്റില്ല. ഇന്നലെ പാസ്റ്റ് പറഞ്ഞൊരു സംഭവമുണ്ട്. എല്ലാം തുടങ്ങി വെക്കാൻ ഈസിയാണ്, കണ്ടിന്യൂ ചെയ്യണമെന്ന് വളരെ പാടാണ്. പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല. സ്ഥലം അവരെന്നും റെഗുലർ സീക്യൂരിറ്റിയിലുള്ളൊരു ബേർഡ് ഉണ്ടെങ്കിൽ അവരെല്ലാം കവർ ചെയ്യും. അതിനകത്ത് റെഗുലാരിറ്റി ഉണ്ട്, പങ്ക്ച്വലാണ്, വളരെ ഡെഡിക്കേറ്റഡാണ്. ഇന്നലെ അത് കൂടുതലായിട്ട് അത് വളരെ കഷ്ടമെന്ന് ജനങ്ങൾ വരുന്നുണ്ട്. അത് എല്ലാവരും പറഞ്ഞ കാര്യമാണ്. എന്നാലും അത് മാറ്റാൻ ഒരിക്കൽ കൂടി അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. അത് they have to arrange all the learning materials, teaching materials, and arranging staff, teaching staff. പിന്നൊരു കാര്യം പറഞ്ഞാൽ സലം സിസ്റ്റർ ചുരുക്കോടുള്ളൂ നടത്തും. ആ ചിട്ടിയൊക്കെ എല്ലാവരും വശീകരിക്കും. ചാൻഡിബസിനെ പറഞ്ഞാലും അതിനെ പറ്റി പറഞ്ഞാലും തന്നെ കഴിഞ്ഞ വർഷം പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊന്നും കാണാനേ ഇല്ല. അതിനെ പറഞ്ഞാൽ മിതമായ സംഭാഷണം, അതിൽ കൂടുതലായിട്ട് എൻകറേജിങ് വേർഡ്സ്. നമ്മൾ ഫിയറിനെ പറ്റി പറയുകയാണെങ്കിൽ 2 കാര്യം ഏറ്റവും മനുഷ്യന് ഫിയറായിട്ടുള്ളത്: പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് ഡെത്ത്. എന്നെ സംബന്ധിച്ച് പബ്ലിക് സ്പീക്കിംഗ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അത് മാറ്റി തന്നതിന് പാസ്പോർട്ട് പ്രത്യേക നന്ദി. I am the best example for that. പിന്നെ അത് മാത്രമല്ല, 3 ഇന്റർവ്യൂ വന്ന കൂടി ഞങ്ങൾ ട്രെയിൻ ചെയ്തപ്പോൾ ആ ടൈം കീപ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. പിന്നെ ഫാക്കൽറ്റി ഞങ്ങൾ പഠിപ്പിക്കുന്ന മാസ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞാൽ എല്ലാവരും ഉന്നത വിദ്യാഭ്യാസം
ആൾക്കാരെ കൈകാര്യം ചെയ്യാനും ഒരു മിക്സ് കൾച്ചറാണല്ലോ കളിക്കാൻ പല എഡ്യൂക്കേഷനുകളുള്ളവർ പല ജോലിക്കാരുള്ളവർ അങ്ങനെ വരുന്നത് ഞങ്ങൾ വരുന്നവരെല്ലാം പ്രത്യേക എക്സ്ട്രാ ടൈം ഉണ്ടായിട്ടൊന്നും വരുന്നതല്ല പഠിക്കാനുള്ള ആകാംക്ഷയോടെ വരുന്നവരാണ്. അത് ഞാനിത് പറയുന്നത് ഇരിക്കുന്നവരെ ഞാൻ എൻകറേജ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ ജീവിതത്തിലുള്ള പല പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാൻ ഈ പഠിച്ചതുകൊണ്ട് എനിക്ക് തന്നെ അത് ആശ്വാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്നതിൻ്റെ ആവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ we are all living apologists. നമ്മുടെ വർക്ക് പ്ലേസിൽ നമ്മൾ പോകുന്നിടത്ത് വരുന്നിടത്ത് നമ്മുടെ കുടുംബങ്ങൾ പോകുന്നിടത്ത് നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും നമ്മുടെ എക്സ്റ്റൻഡഡ് ഫാമിലീസ് എല്ലാവരും ഒന്നും വിശ്വാസത്തിലുള്ളവരായിരിക്കില്ല. അവർ നമുക്കുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മുടെ ഫെയ്ത്തിനെ ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ശരിയായ വചനം അറിയില്ലായെങ്കിൽ നമ്മൾ അവരുടെ മുന്നിൽ തലവരിക്കേണ്ടി വരും. അതിൽ നിന്ന് ഇത് അത്യാവശ്യമായിട്ട് പഠിക്കേണ്ടതാണ്. പഠിച്ചവർ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അവർക്കെല്ലാം അറിയാം. എൻ്റെ വിചാരം അങ്ങനെ ചടിക്കൽ വായിക്കുകയും ആൻസർ പറയും, സെൻറ്റൻസിൻ്റെ വാക്യത്തിൻ്റെ എക്സ്റ്റൻഷനായിട്ട് അത് പറയും. അതൊന്നും എങ്ങനെ ഇവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ വിചാരം അവർക്കെല്ലാം അറിയാമെന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് ഓപ്പൺ ഡിസ്കഷന് സെയിം പല കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പം നമുക്ക് മനസ്സിലാകും ആർക്കൊക്കെ എന്തെല്ലാം ഡെവലപ്മെൻറ്റ് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ ഒപ്പീനിയൻസ്, ആറ്റിറ്റ്യൂഡ്സ്. ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളെപ്പോലുള്ള അറിവില്ലാത്തവർ വരുമ്പോഴാണ് അത് ഡോമിനേറ്റ് ചെയ്യുന്നതിന് വളരെ പ്രയാസമായിട്ട് തോന്നിയിട്ടുള്ളവർ നമ്മളിപ്പം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഗവൺമെൻറ് ഉണ്ടായിരിക്കാം. ഞങ്ങളൊരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ മറ്റുള്ളവർ നേരത്തെ വിശ്വാസത്തിലുള്ളവർ അതുള്ളവർ ഞങ്ങൾ പലർക്കും മനസ്സിലാക്കി തരുന്നതാണ്. മുൻവിധിയോട് നോക്കാതെ എല്ലാ ഗുണങ്ങളും പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ ഇടങ്ങളൊക്കെ പറഞ്ഞില്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതുകൂടാതെ ഈ വചന സർക്കാരത്തിൽ നിന്ന് ഉപരിയായിട്ട് ഒരു 5-5.5 ലഘുപക്ഷണ സർക്കാരുകൾ അതിന് എല്ലാവരോടും വ്യാപകതയില്ല. അതിന് വേണ്ട കോമ്പറ്റീഷൻ ആരെ അടുത്ത ആഴ്ച സ്നാപ്പ് കൊടുക്കുന്നത് സഹോദരന്മാർ വരെയാണ് പ്രിപ്പയർ ചെയ്താലും മുൻപേ എടുത്ത് വരുന്നത്. എല്ലാവരും പറയുമ്പോൾ സിറ്റുവേഷൻ പറഞ്ഞവർ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക. അതിക്കും ചിന്തയോടും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കും, നമുക്ക് ശരിയായിട്ട് ഗ്രഹിക്കാൻ പറ്റാതിരിക്കും. പിന്നെ നമ്മുടെ പഠിക്കുന്ന വിഷയങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്, പ്രോഫിറ്റ്സ് പഠിക്കുന്നുണ്ട്, എപ്പിസോഡ്സ് പഠിക്കുന്നുണ്ട്, പോസ്റ്റർ പഠിക്കുന്നുണ്ട്, എസ്കറ്റോളജി, so many new words. ഇത് ഞാൻ ഇതൊക്കെ എന്താണ് ഇതിൻ്റെ മീനിങ് എന്ന് സയൻസ് ഒക്കെ പഠിച്ച സമയത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുള്ള എല്ലാ മെറ്റോളജി, ടെക്നോളജി, ഓളജീസ്, more than that, so many ologies are here. That is very relevant in my life. പിന്നെ നമ്മളൊക്കെ പഴയ നാട്ടിലൊക്കെ വൈദ്യന്മാരുടെ പറയുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം എല്ലാ അസുഖത്തിനും ഒറ്റമൂലിയാണ്. എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒറ്റമൂലിയാണ് ഈ ബൾബ്. എവറിത്തിങ് ഈസ് ദേർ. നമ്മൾക്ക് റെഫറൻസ് ചെയ്യണമെങ്കിൽ വിഷയം അനുസരിച്ചുള്ള നിഘണ്ടുകൾ എൻസൈക്ലോപീഡിയ. പക്ഷെ അതിന് എല്ലാം കൂടെ ഉള്ള ഒരു എൻസൈക്ലോപീഡിയ ആയിട്ടാണ് ഞാൻ ഈ ബിസിനെ കാണുന്നത്. അതുപോലെ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഹ്യൂമൻ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസിൻ്റെ ഒരു ആൻസറായിട്ടാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. കുറച്ച് നാൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഈ സമയം എടുക്കാൻ സാധിച്ചത് ഞാനിങ്ങനെ ഹോപ്പില്ലാത്ത സമയത്ത്, നമുക്കില്ലാത്ത കോൺസെപ്റ്റില്ലാത്ത സമയത്ത്, ആൻസറില്ലാത്ത സമയത്ത് എന്തൊരു പറഞ്ഞു നമുക്കെങ്കിലും ഒരു ലോയൊക്കെ അറിയാമെന്ന് ഇതിനകത്ത് ഡീപ്പായിട്ട് എല്ലാ കാര്യങ്ങളും ധാരാളമായി ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പണ്ടൊക്കെ പ്രാർത്ഥിക്കാനും എന്നോട് പലരും പറയും തലയിൽ വെള്ളം എനിക്ക് വരുന്ന ആൾക്കാരാണ്. ഇപ്പം എനിക്ക് 2 വേണേൽ ബുദ്ധിമുട്ടില്ല. അവർ അല്ലെങ്കിൽ പറയാൻ പറയുന്നത് ആരെ വിടുന്നുള്ളൂ അല്ലാതെയോ ഒക്കെ പറയാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണല്ലോ. തോട്ടം പറയാനും കയ്യറിയാൻ നോ പ്രോബ്ലം. ആരെങ്കിലും ഓൾഡപ്പോൾ വിളിച്ചാൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉണ്ടാകുന്ന ചിന്തിക്കുന്ന ഒരു സ്വഭാവമാണ്. ഇപ്പോൾ ആദ്യം മുന്നിച്ചാൽ ഓൾഡപ്പോഴും ഒക്കെ പോകുന്ന ബുദ്ധിമുട്ടില്ല. ഇതൊക്കെ ഈ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയ അനുഭവങ്ങളാണ്. പിന്നെ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വായിച്ച് അതിന് ആൻസർ ലഭിക്കുകയാണ് എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഈ കഴിവ് പഠിക്കുന്നതിനുള്ള എൻ്റെ ആത്മീയവും ഭൗതികവും സാമൂഹികവും ആണ് വളർച്ചയ്ക്ക് വളരെയധികം സഹായിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ സയൻസ് ടെക്നോളജി എന്തെങ്കിലും വളർത്തുന്നത് ആൾക്കാരുള്ളത് ഇതെല്ലാം പുതിയതായിട്ട് വളർത്താൻ കഴിയും. When you look at this Bible,
അല്ലെങ്കിൽ എല്ലാം നടന്നില്ലേ നമ്മൾ സമൂഹത്തിൽ എങ്ങനെ ഇടപെടണമെന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത് ഏക ഒരു പുസ്തകമാണ്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ആരെ ഇത് പഠിക്കേണ്ടത്? എന്നെക്കൊണ്ടുള്ളത് മാത്രമാണോ? നമ്മൾ ഈ സമയത്ത് എല്ലാവർക്കും പഠിക്കാനുണ്ട്. നമ്മളൊക്കെ എല്ലാം ഞാൻ 5 വർഷം പഠിച്ചിട്ടൊന്നും ആയിട്ടില്ല. ഈ സമയത്ത് ഞാൻ റഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് 2 തിമോത്തിയോസിന്റെ 2-ാം അധ്യായം 15-ാം ഭാഗത്ത് ആദ്യം വായിക്കാം. 2 വർഷം മതി. ഞാൻ ആൾക്കാരൊക്കെ ഓർക്കും. ഇപ്പോൾ 5 വർഷമായപ്പോൾ MTH കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് I did nothing yet. Only 1 step. ഏത് ഏജിലുള്ളവർക്കും പഠിക്കാം. 1 Corinthians 3:1 തൊട്ട് 1-2 വായിക്കുന്നത് ക്ലിയറായിട്ട് പറഞ്ഞിട്ടാണ്. ഇത്രയൊക്കെ പഠിച്ചിട്ട് നമ്മൾ പാല് കുടിക്കുന്ന മുറിയായിരുന്നു. പാല് കുടിക്കുന്നതും പല രീതിയില്ല. ആദ്യം ഫീഡിംഗ് സ്കൂളിൽ അത് കമ്പൽസറിയായിട്ട് കൊടുക്കണമെങ്കിൽ സ്കൂളിൽ കൊടുക്കണം. സ്വതവേ കുടിക്കണമെങ്കിൽ പിന്നെ ക്ലാസ് കൊടുക്കണം. എനിക്ക് തോന്നുന്നു ക്ലാസ് കുടിക്കുന്ന മുറിയായിരുന്നു ഞാൻ തലത്താനം വിളിക്കാൻ. And Hebrews 5:12 it is really clearly Jesus said everybody has to love, continuously love. So I encourage every one of you, those who are not in the part of Bible school, change the Bible school. I encourage everybody to come and study. This is a good opportunity. The fees is very minimal, very minimal. And I assure under the anonymous, if nothing happens, if it is God willing, I'll be a permanent student for Jason School of Theology. And I again encourage everybody, and please pray for me for my continuous journey in studying the Word of God. Thank you. Greetings to everyone here for Lord and Savior Jesus Christ. My name is Jordan Bonjab. I'm studying here 4 years now. Thank you so much. Right now I'm in MTH. I didn't know I was going to sit over here. I thank Pastor Charlie and Zamari for giving me this opportunity. Last 4 years, my life was completely changed. I filled the Holy Spirit in the Bible school. When I came to Bible school, my life was different. My view for the Bible was different. But after I came to Bible school, it started to change a lot. We have a very well educated faculty in the General Bible School. Most of the teachers are either PhD or MTH. I'm asking each and every one, if you want to join Bible school, it's not a waste of time. It's a very good opportunity. I do not want to take too long for this. So I once again I thank Pastor Charlie and Sharon for giving me this opportunity. Thank you very much. യേശുവല്ലോ എൻ്റെ നന്മ പിന്നെയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ എൻ്റെ നന്മ അവനുടയ്ക്കും അവൻ പണിയും നല്ല പാത്രമായി തൻഹിതം പോ അവനുടയ്ക്കും അവൻ പണിയും നല്ല പാത്രമായി തൻഹിതം പോ വിശ്വാസത്താ ചേരും നേരം ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ചേരും നേരം ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല സന്തോഷമുള്ള കരങ്ങളിൽ ദൈവത്തിന് ആവശ്യപ്പെടുകയാണ്. വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ ക്രിസ്തീയ നാമത്തിൽ അതിഥിയായി കടന്നുവന്നിരിക്കുന്ന പ്രകാശൻ ഇവിടെ സന്നിധിയിലായിരുന്ന എല്ലാ പ്രകാശന്മാർക്കും സഹോദരിമാർക്കും എൻ്റെ സ്നേഹങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ശ്രദ്ധിക്കുന്നു. ഇങ്ങനെ എനിക്കൊരു ദൈവസന്നിധി എഴുന്നേറ്റ് ദൈവത്തെ മോഹപ്പെടുത്തുവാൻ പ്രകാശനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ മടിയൊക്കെ കാണിച്ചെങ്കിലും പിന്നെ ഞാൻ ഓക്കെ ഞാൻ പറഞ്ഞു.
ദൈവം തന്നെ ഏത് നിമിഷവും ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് ഒരു നല്ലൊരു അനുഗ്രഹം തന്നെയാണ്. ദൈവത്തെ ഏത് നിമിഷവും നമുക്ക് ഏത് അവസരത്തിലും പ്രസ്താവിക്കാൻ ദൈവം ഒരു അവസരം തന്നെ അത് ഞാൻ പലപ്പോഴും വേണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഇങ്ങനെ ഒരു സന്ദർഭം ദൈവം ഒരിക്കൽ കൃത്യമായി ചോദ്യം ചെയ്യുന്നു. ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ട് നോക്കിയാൽ ഞാൻ സ്കൂളിനെ പറ്റി പറയാനായിട്ട് ഇവിടെ വന്നെങ്കിലും ഒരു നിമിഷം പാട്ടിൽ കൂടെ പോയി ഈ കണ്ടുകൂടെ ഉള്ളൂ. ഞാൻ എന്നെ നേരിട്ട് അറിയാവുന്ന കണ്ടുകൊണ്ടുണ്ട്. എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ 2 വയസ്സ് മുമ്പ് എൻ്റെ പിതാവിൻ്റെ ലോകത്തിൽ മാറ്റപ്പെട്ടു. അതിനുശേഷം എൻ്റെ മാതാവ് ഞങ്ങളെ വളർത്തേണ്ട കാര്യത്തിലും പിന്നെ എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് നമ്മളെ എല്ലാവരെ പറ്റി ഒരു ഉദ്ദേശം ഉണ്ടല്ലോ. അതുകാരം എൻ്റെ ഹൈസ്കൂൾ പഠനത്തിന് ശേഷം നോർത്ത് ഇന്ത്യയിലേക്ക് എൻ്റെ മാതാവിൻ്റെ ജോലി സ്ഥലത്ത് കൊണ്ടുപോയി. അതിനുശേഷം എന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് മാതാവിൻ്റെ താല്പര്യപ്രകാരം എന്നെ ഒരു ഫാർമസിസ്റ്റ് ആക്കാനായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തതിന് വേണ്ടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊക്കെ ദൈവം പറയട്ടെ, ഞാൻ താമസിക്കുന്ന സ്ഥലം വന്നത് പാഴ്സനേജിലാണ് താമസിച്ചത്. ആ കർത്താസിനോട് കൂടി താമസിച്ചു. ആ കർത്താസിനായിട്ട് ദൈവവേല ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ കൂടുതൽ താല്പര്യനായ കാരണത്താൽ എനിക്ക് മുന്നോട്ട് പഠിക്കാൻ എനിക്ക് മനസ്സില്ലാതെ എന്നപ്പോൾ ഞാൻ മാതാവിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് വചനം പഠിക്കാൻ പോകണം. അന്ന് മാതാവ് പറഞ്ഞു, മോനെ നിനക്ക് പ്രായം ഇത്രയായുള്ളൂ, സമയമൊന്നും ആയില്ല, അതിന് സമയം വരുമ്പോൾ നീ പൊക്കോ, അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് ഒരു ആത്മാവിനെ കുറിച്ചുള്ള ഭാരം അന്നും ഒരു കിടക്കുക. 25 വർഷത്തിന് മുമ്പത്തെ കാര്യം ഞാൻ പറയുന്നത്. അപ്പം എനിക്ക് ചെയ്യണം, ദൈവവേല എങ്ങനെയും ചെയ്യണം, എങ്ങനെ ചെയ്യാൻ സാധിക്കും, അതിങ്ങനെ മനസ്സിൽ കൂടെ പിടിക്കുന്നു. എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല, ഒന്നുമില്ല. എങ്കിൽ തന്നെ കാലാകാലങ്ങളായി ഞാൻ ഈ രാജ്യത്തേക്ക് കടന്നു വന്നു. ഇവിടെ കടന്നു വന്നപ്പോൾ പിന്നെ ചിന്തിച്ചു എങ്ങനെ എനിക്ക് ഒരാളുമായിട്ട് എങ്ങനെ സൂക്ഷിക്കും. എനിക്ക് പറയാനുള്ള ആ ശക്തിയില്ല, ഒന്നുമില്ല. എങ്കിലും ദൈവത്തിൻ്റെ കൃപയെ ഞാൻ ആശ്രയിക്കാൻ പറഞ്ഞോട്ടെ. ഞാൻ അന്ന് വന്നാണ് പോലെ പലർക്കും അറിയാം, നമ്മുടെ യേശുവൊക്കെ പറ്റിനൊക്കെയുള്ള സമയത്ത് തന്നെ അന്ന് പോലെ 90s പോലെ എല്ലാ കൺവെൻഷനും ആരും വിളിക്കാതെ ഞാൻ പോയി വീഡിയോ എടുത്ത് അനേകർക്ക് വീഡിയോ കോപ്പീസ് ആക്കി ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന സമയം ഉണ്ടായിരുന്നു. അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ മീഡിയ വഴി ഞാൻ എനിക്ക് പറയാൻ അറിയത്തില്ല, എന്താ പറയുന്നത്, കർത്തൃദാസന്മാർ മാറ്റമില്ല വചനങ്ങളെ പ്രസ്താവിക്കുന്നത് അത് കോപ്പി പകർത്തി അനേകർക്ക് ഞാൻ കൊടുക്കുന്ന സമയം ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ ആ വീഡിയോകളൊക്കെ ഞാൻ ഇൻ്റർനെറ്റിൽ കൂടെ ഞാൻ കൊടുക്കുന്ന പദ്ധതിയിൽ ഞാൻ ഇടപെട്ടുകൊണ്ടിരുന്നു. എങ്കിലും ഈ വചനങ്ങളൊക്കെ ഞാൻ പഠിക്കാതെ ഒരാൾ എന്നോട് ചോദിച്ചാൽ അതിന് മറുപടി പറയണമല്ലോ. ഞാൻ പിന്നെ വചനം പഠിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ സ്കൂളിനെ പറ്റി ഞാനിവിടെ വരികയും എല്ലാ വർഷവും കൺവെൻഷനും വരാറുണ്ട്. എനിക്ക് കടന്നു പോകാൻ സാധിച്ചില്ല. അങ്ങനെ ഞാൻ കുടുംബസ്ഥരായി കഴിഞ്ഞു. കുഞ്ഞുങ്ങളായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ 5 ദിവസം ജോലി ഉണ്ടെങ്കിൽ വീക്കെൻഡിൽ കിട്ടുന്ന സമയം ഇങ്ങനെ എല്ലാവർക്കും ഉള്ള കുഴപ്പം എനിക്കും വന്നു. അപ്പോൾ നമുക്ക് സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. നമുക്ക് സമയം ഉണ്ടാക്കിയിട്ട് പോകാൻ ഒരിക്കലും നടക്കുകയില്ല. അങ്ങനെ ആയപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നോക്കാം നിങ്ങൾ രണ്ടുപേരും പോകും, മകളും മോനോട് പോകും പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരെ ഞാൻ ഇങ്ങോട്ട് വിട്ടു. അവരെ വിട്ട് അവർ 2-3 ആഴ്ച വന്നു. 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ വൈഫിന് നൈറ്റ് ജോലി കാരണത്താൽ പിന്നെ കണ്ടിന്യൂ ഒരു വീക്കെൻഡ് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ഇതാണ് എൻ്റെ നല്ല സ്ഥാപനം കിട്ടിയിരിക്കുന്നത്, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ കടന്നു വരാൻ ഇടയായി. അപ്പോൾ ഞാൻ ചിന്തിക്കുക, സ്കൂളിൻ്റെ ഇയർ തുടങ്ങിയ സമയമാണല്ലോ, ഇടയ്ക്കൂർ തുടങ്ങിയാൽ പിന്നെ എവിടെ കൊണ്ടുവരുന്നു, കുഴപ്പമില്ല, ഇപ്പം കിട്ടിയ സമയത്ത് ഞാൻ പോകാമെന്ന് പറഞ്ഞു. 3 മണിക്കൂർ നമ്മളെ 3 മണിക്കൂർ നമ്മൾ ആ 3 മണിക്കൂർ ചിന്തിച്ചോ. സാറ്റർഡേയിലെ 3 മണിക്കൂർ 3 to 6 എല്ലാവർക്കും ഒത്ത നല്ലൊരു സമയം. ഞാൻ നോക്കുമ്പോൾ എനിക്ക് ആ 3 മണിക്കൂർ ഞാൻ ഒന്നും കിടന്ന് ഉറങ്ങാറില്ല. എന്തെങ്കിലും കാര്യം അങ്ങ് വളരെ ഇങ്ങനെ ഷോപ്പിങ്ങിനെല്ലാം കിട്ടും. ആ 3 മണിക്കൂർ ദൈവസേനയിൽ ഇരിക്കാനുള്ള ഭാഗ്യം ഞാൻ ആ സമയം കിട്ടിയെന്ന് ആകെ എനിക്ക് ആ ഒരു വർഷം മിസ് ചെയ്യും. ഒരു സാറ്റർഡേ എനിക്ക് ആകെ മിസ് ചെയ്യുള്ളൂ. അത് എനിക്ക് എൻ്റെ ഗ്രാൻഡ് മദർ 101 വയസ്സ് കഴിഞ്ഞപ്പോൾ മരിച്ചു പോയി. ആ സാറ്റർഡേ ഞാൻ വരാതിരുന്നു. അങ്ങനെ 1-2 ആബ്സെൻ്റ് എനിക്ക് വന്നുള്ളൂ. ആ ഒരു വർഷം കടന്നു വരാൻ സാധിച്ചു. അപ്പോൾ ഞാൻ ആദ്യത്തെ വർഷം ഞാൻ ഇടയ്ക്ക് നിന്നാണ് തുടങ്ങിയത്. അങ്ങനെ ആകുമ്പോൾ ഈ 3.5 വർഷം പഠിച്ച് കൂടിപ്പോയിട്ടില്ല. അതേ സബ്ജക്റ്റ് വേറെ കർത്താസം പഠിപ്പിച്ചപ്പോൾ അണ്ട് പഠിപ്പിച്ചൊരു വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ കേൾക്കുവാനും അത് മനസ്സിലാക്കുവാനും ദൈവം സഹായിച്ചു. അതും എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. അപ്പോൾ പിന്നെ ഇത് വളരെ നന്നായി പോകുന്നു. എനിക്ക് പഠിക്കാൻ എനിക്ക് അറിയാൻ കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരുന്നു. കഴിഞ്ഞ ദിവസം ഈ ജെയിംസ് പറഞ്ഞതുപോലെ പത്മോസ്ലായ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്ത വചനത്തിൻ്റെ അല്പമെങ്കിലും എനിക്ക് വെളിപ്പെടുത്തി കർത്താസന്മാർക്കൂടെ എനിക്കും ലഭിച്ചല്ലോ എന്നുള്ള ആശ്വാസം ഞാൻ ചിന്തിച്ചു.
പിന്നെ 3 വർഷം കംപ്ലീറ്റ് ചെയ്തു. 3 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം ദൈവത്തെ ആരെങ്കിലും വീണ്ടും മുന്നോട്ട് പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതം എന്നിൽ എങ്ങനെ നിലകൊള്ളണമെന്നുള്ളത് മാത്രമാണ് ഞാൻ അതിനുവേണ്ടി ഞാൻ ദൈവകരങ്ങളിലേക്ക് എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. ഈ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. കർത്തദാസന് 8 വർഷമായിട്ട് ഫിലഡൽഫിയയിൽ അവർ എല്ലാ ആഴ്ചയും മുടങ്ങാതെ ഇവിടെ വരിക പഠിപ്പിക്കാൻ. നമുക്കിവിടെ യോങ്കേഴ്സിൽ ഒരു മീറ്റിംഗ് വെച്ചാൽ നമുക്ക് റോഡ് കൊടുക്കണമെന്നുള്ള പ്രയാസം കൊണ്ടായിരിക്കാം പലരും അങ്ങോട്ട് പോകത്തില്ല. എന്നാൽ ഈ കർത്തദാസനും അമ്മ ആൻറ്റിയും കൂടെ എല്ലാ ആഴ്ചയും സാരയിൽ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി അവർ നിലവില്ല. അവർക്ക് ദൈവം കൊടുത്ത ഒരു നമ്മളെ എങ്ങനെയെങ്കിലും ഒരാളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന് മറ്റുള്ളവരുടെ സുവിശേഷം അറിയിക്കാനുള്ള ഒരു പ്രേരണ അവർക്ക് ദൈവം ഒരു ഉൾക്കണ്ണ് അതിനുവേണ്ടി കൊടുത്തിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താസിനെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമുക്ക് എങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സബ്ജക്റ്റാണ് ഇവാഞ്ചലിസ്റ്റ്. എങ്ങനെ ഇവാഞ്ചലൈസ് ചെയ്യാൻ സുവിശേഷീകരിക്കാൻ സാധിക്കുമെന്നുള്ള ഇവാഞ്ചലിസത്തെ കുറിച്ച് പഠിപ്പിക്കാവാണ്. നമുക്ക് ഏതെല്ലാം രീതിയിൽ നമുക്ക് സുവിശേഷം ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരാൾ നേരിട്ട് പറഞ്ഞ് സുവിശേഷം അറിയിക്കാൻ കഴിയും. ലിറ്ററേച്ചർ വഴി സംസാരിക്കാൻ കഴിയും. മീഡിയ വഴി നമുക്ക് സുവിശേഷം അറിയിക്കാൻ സാധിക്കും. ഞാൻ എനിക്ക് ഫേസ്ബുക്കിനെ കൂടെ ഒന്നും അറിയത്തില്ല. എന്നാൽ ഈ കർത്താവിൻ്റെ ഫേസ്ബുക്കിലുള്ള വാചകങ്ങൾ ഓരോ വാചകങ്ങളും ഒരു വാക്യമെങ്കിലും ഒരു ദിവസം ഇട്ടില്ലെങ്കിൽ ഒരു പ്രയാസം പോലെ. കാര്യം പലരും എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ ഒത്തിരി നിരാശയിലായിരുന്ന സമയത്ത് ആ വാക്യം എന്നിടയ്ക്ക് വന്നു. എനിക്ക് വളരെ സന്തോഷമായിരുന്നു പറഞ്ഞു. പലരും ഇങ്ങനെ ആഴ്ചയിൽ 2-3 പേര് എന്നെ ഡയറക്റ്റായിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ എനിക്ക് വലിയൊരു പ്രയാസത്തിലൂടെ പറഞ്ഞു. ജോലി പ്രയാസം. ഞാൻ ചുമ്മാ ഫേസ്ബുക്ക് ഞാൻ ഓണാക്കാറില്ല. നോക്കി മാത്രം ഒരു നല്ലൊരു വാർത്ത എനിക്കൊരു വളരെ ആശ്വാസമാണ്. ഞാൻ പറയാം അത് ഒരാൾക്ക് ആശ്വാസമാണ്, എനിക്കും സന്തോഷമാണ്. കർത്താവിൻ്റെ വചനം എങ്ങനെ നമ്മൾ കൊടുത്താൽ അത് പ്രയോജനപ്പെടും എന്നുള്ളത് നമ്മൾ ഏത് രീതിയിലായിക്കോട്ടെ. ഇപ്പം എല്ലാവരും ഫേസ്ബുക്ക് പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് മീഡിയ വഴി ആയാലും ലിറ്ററേച്ചർ വഴി ആയാലും ഡയറക്റ്റ് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ അങ്ങനെ ആയാലും ഏത് രീതിയിൽ അതിന് ഉള്ള എല്ലാ സാഹചര്യവും ഇവിടെ കർത്താസന്മാരുടെ ഒരുക്കുന്നത് നമ്മളെ അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസന്മാരുടെ വചനം പഠിപ്പിക്കുന്നു. അവർ ഇവിടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവരുടെ ഡോക്ടറേറ്റ് എടുക്കുന്ന കർത്തദാസന്മാരെ ഫിലഡൽഫിയയിലും അങ്ങനെ പല സ്റ്റേറ്റുകളിലും ഇവിടെ വന്ന് നമ്മളെ വചനം പഠിപ്പിക്കുന്നു. മുകളിൽ താഴെയായിട്ട് 2 ക്ലാസ്സുകൾ ഒരേ സമയം. ഞങ്ങൾക്കും ചില സമയത്ത് പറയും ഒരിടത്ത് എങ്ങനെ 2 ക്ലാസ് നടക്കുന്നത്. ഞങ്ങൾക്ക് സൗണ്ടിൻ്റെ യാതൊരു കുഴപ്പമില്ല. താഴെയാണെങ്കിൽ അവിടെ ഇരിക്കുന്നവർക്ക് നല്ലോണം കേൾക്കാം, മുകളിലുള്ളവർക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല. സൗണ്ട് പ്രൂഫ് പോലെ ഇവിടുത്തെ ബിൽഡിംഗ് അല്ല. ഇടയ്ക്ക് ഇവിടെ ഒരു ഹോള് empty ആണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. അവിടുത്തെ സംസാരം ഞങ്ങൾക്കും അഫക്റ്റ് ചെയ്തില്ല. ഞങ്ങളത് അവിടെയും ചെയ്തിട്ടില്ല. എങ്കിലും മനോഹരമായ ക്ലാസ് ഈ കഴിഞ്ഞ 3 വർഷക്കാലം എനിക്കിവിടെ എടുക്കുവാനും പഠിക്കുവാൻ സഹായിച്ചു. എന്നെയും ഇങ്ങനൊരു അവസരം തന്നെ ക്ലാസ്സിനും ആദ്യം ഞാൻ നന്ദി അറിയിക്കുന്നു. എല്ലാവരും ഈ ക്ലാസ്സിലേക്ക് കടന്നു വന്ന് വചനം പഠിച്ച് നിങ്ങളാവോളം കർത്താവിന് സുവിശേഷിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഭൂലോകമൊക്കെയും പോയി സകല ശിശുവോട് സുവിശേഷം അറിയിക്കുക. അല്ലാതെ നമ്മളിത് വാങ്ങിച്ച് ഡിഗ്രി വാങ്ങിയിട്ട് നമ്മുടെ പാസ്റ്ററെ അസിസ്റ്റൻ്റായിട്ട് അവിടെ കുത്തിയിരിക്കാനല്ല ഇതിനെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ആരും ഉദ്ദേശിച്ച് ക്ലാസ്സിൽ വന്നതിൽ അർത്ഥമില്ല. നമ്മളെ വന്ന് വചനം പഠിക്കുക, അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുക, നമ്മളെ തന്നെ കർത്താവിനെ നമ്മളിൽ കൂടി പ്രതിഷ്ഠിപ്പിക്കുക. എങ്ങനെ നമ്മളെ കർത്താവ് ചെയ്ത പോലെ നമ്മളെ ഒരാൾ നോക്കുമ്പോൾ നമ്മളിൽ നിന്ന് അവരൊരു ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിന്ന് പകർത്തി കൊടുക്കുക. അതാണ് ഈ വചനം പഠിക്കുന്നതിനുള്ള ഒരു പ്രധാന ഉദ്ദേശം. അതിനുവേണ്ടി ഞാൻ എല്ലാവരെയും നിങ്ങളെ കടന്നു വന്ന് ഈ പുതിയ വർഷം തുടങ്ങുന്നല്ലോ എല്ലാവരും കടന്നു വന്ന് വചനം പഠിക്കുകയാണ്. അതിന് വേറൊരു കാര്യം പറഞ്ഞാൽ ഏത് പ്രായക്കാർക്കും പഠിക്കാൻ പറ്റുന്നത്. എൻ്റെ കൂടെ ആണെങ്കിൽ എന്നെക്കാട്ടി ഇളയ ആൾക്കാർ പഠിക്കുന്നുണ്ട്. അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കപ്പിൾസായിട്ട് കൊണ്ട് പഠിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, പിന്നെ പ്രായമുള്ള അപ്പച്ചന്മാർ പഠിക്കുന്നവരുണ്ട്. എന്ത് അഥവാ കുഞ്ഞുങ്ങളെ പ്രയാസമുള്ളവർ അവരെ കൊണ്ട് വരുന്നവരുണ്ട്. അതിനും കുഴപ്പമില്ല. കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നത് പഠിക്കാൻ വീട്ടിൽ വെച്ച് വെക്കാതെ ഇവിടെ കൂടെ കൊണ്ടുവന്നാലും അതിനുള്ള സാധ്യത ഒരുക്കും. പിന്നെ കർത്തദാസം വേറൊരു കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഫാമിലിയായിട്ട് വന്നിരിക്കണമെങ്കിൽ അതിന് നിങ്ങൾക്ക് വേറെ ഡെസ്ക് തരാം. അങ്ങനെ അതുവരെ പാസ്റ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വേറെ വാങ്ങിയിരിക്കാൻ വയ്യാന്നില്ല. അതിനും അങ്ങനെ എല്ലാം നമുക്ക് പറ്റിയ രീതിയിൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല. വചനം പഠിക്കുക, എങ്ങനെയെങ്കിലും വചനം ഉള്ളിലേക്ക് സംഘടിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. അതിനായിട്ട് കർത്താവിന് വീണ്ടും ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമയം തന്ന കർത്താവിന് തുടർന്ന് വചനം കടന്നുകൊണ്ടോ എല്ലാവരും ക്ഷമയോട് പ്രാർത്ഥിക്കുന്ന കേസുകൊണ്ടും ഞാൻ വാക്കുകൾ നിർത്തുന്നു. എന്നെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നതാകട്ടെ.
കടന്നു വന്നിരിക്കുന്ന സന്നിഹിതരായിരിക്കുന്ന കർത്തൃദാസന്മാർ, സഹോദരി സഹോദരന്മാർ ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. James' School of Ministry, a divine plan. It's not man's plan, it's God's plan. ദൈവമായ കർത്താവ് എത്രത്തോളം സഹായിച്ചു, ദൈവത്തിന്റെ വിശ്വസതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ പ്രവർത്തനം വളരെ ശക്തമായി മുന്നോട്ട് പോകുവാൻ കർത്താവ് ഇതിനെ സഹായിച്ചതിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ സമയത്ത് സർട്ടിഫിക്കേഷന്റെ സമയമാണ്. കഴിഞ്ഞ വർഷം പഠിച്ച എല്ലാ സഹോദരന്മാരും എഴുന്നേറ്റ് ഈ ഭാഗത്തേക്ക് കടന്നുവരാൻ, സഹോദരന്മാർ ഈ ഭാഗത്ത്, സഹോദരന്മാർ ഈ ഭാഗത്തേക്ക് കടന്നുവരാൻ, ഇവർക്കുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് പോവുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് കഴിഞ്ഞ വർഷം പഠിച്ച സഹോദരന്മാരെല്ലാം വേണ്ടിയില്ല, അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് പോകുന്നത് അവരുടെ പേര് വായിക്കുമ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട്. സർട്ടിഫിക്കേഷന്റെ പേര് കൊടുത്തവരും കൊടുക്കാത്തവർക്കും മുമ്പോട്ട് ഇടുന്നില്ല. സർട്ടിഫിക്കറ്റ് തരുന്ന സമയത്ത് പേര് വായിക്കുന്നവർ അത് വാങ്ങിച്ചതിന് ശേഷം സ്റ്റേജിൽ നിന്ന് ഇവിടെ തന്നെ നിൽക്കണം. ലാസ്റ്റ് അവർക്കൊരു പ്രാർത്ഥിക്കുന്നതാണ്. അതുകൊണ്ട് വാങ്ങിച്ചു തുടങ്ങുന്ന സീറ്റുകളിലേക്ക് മടങ്ങി പോകരുതെന്ന് ആവശ്യപ്പെടുന്നു. സിസ്റ്റർ ഏലിയാമ്മ ചിവല്ലൂർ, സിസ്റ്റർ ആനി ജോസഫ്, Pastor Cherian C. Malo, Pastor Jacob Abraham, James Matthew, I'm sorry, Pastor Jacob Lippert, Brother Jody T. Thomas, Brother George Matthew, Sister Mercy Passar, Brother Matthew Woman, Brother Matthew C. Jacob, Brother Sam Abraham, Sister Rosanna Thomas, Sister Susan James, Sister Sumol Abraham, Brother Shaji Kebalu, Sister Sarama Alex, Brother Marcus John, Sister Anis Jacob,
Matthew. Brother David K. Matthew. Brother BG Philip Naina. Brother John K. Watkey. Pastor K. E. Penn. Dr. Roger San. Sister Rosana Sam. Brother Sam K. Devi. Sister Susan Matthew. Brother Varghese John. Brother John George. Brother James Abraham. Brother Rajiv Varghese. ഈ കഴിഞ്ഞ വർഷം പഠിച്ചവരിൽ ആരുടെയും പേര് വായിക്കാതെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഈ പ്രിയപ്പെട്ടവർ എല്ലാ ശനിയാഴ്ചയും 3 മുതൽ 6 വരെ കടന്നു വന്ന ദൈവജനം പഠിക്കുവാനൊക്കെ വേണം അവരുടെ സമയം സൗകര്യങ്ങൾ കണ്ടെത്തുവാനൊക്കെ ഇടയായിരുന്നു. ദൈവജനത്തിലുള്ള ക്രമീകരണം നോക്കി ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെ ഇപ്പോൾ പഠിക്കാതിരിക്കുന്നവരും ഇപ്പോൾ ജെയിംസ് സ്കൂളിൽ ഏതെങ്കിലും സമയത്ത് പഠിച്ചവരെല്ലാവർക്കും ഒന്ന് എഴുതി നിൽക്കാം. ജെയിംസ് സ്കൂൾ ഓഫ് മിനിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ള എല്ലാവരും എഴുതി നിൽക്കാം. ജെയിംസ് സ്കൂൾ ഓഫ് മിനിസ്ട്രിയിൽ പഠിച്ചിട്ട് എല്ലാവർക്കും എഴുതി നിൽക്കാം. ഞാൻ ഇവരെ കാണുമ്പോൾ എന്നെ ഹൃദയം നന്ദിയാണ് ഇവരെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ചും എബ്രാഹിം കൊണ്ട് കയ്യിൽ ഉയർത്തിയിട്ട് ഞാൻ ഹല്ലേലൂയ പറഞ്ഞത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മിനിസ്ട്രിക്ക് വേണ്ടി ആഫ്രിക്കയിൽ കടന്നു പോകാനിടയായത്. അവിടെ വെച്ച് തനിക്ക് അസുഖം പിടിച്ചു മരണത്തോട് മല്ലടിക്കുവാൻ എഴുന്നേറ്റുന്നു. ജീവനെ കൊള്ള പോലെ ദൈവം മടക്കി കൊടുക്കാനിടയായി. ഒരിക്കലും ജീവിക്കുകയില്ലെന്ന് വിധി എഴുതിയ സ്ഥാനത്ത് ദൈവം ജീവനെ മടക്കി കൊടുത്തു. ഞാൻ വീട്ടിൽ നിന്ന് കാണുമ്പോൾ വലിയ പ്രയാസത്തിലായിരുന്നു. ദൈവമായ കർത്താവ് കൊടുത്ത വിടുതലായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല ആരോഗ്യത്തോടെ കർത്താവിന് വേണ്ടി തീരുമാനിക്കുവാൻ കർത്താവ് പ്രിയപ്പെട്ടവരെയും സഹായിക്കുമാറാകട്ടെ. ഇവിടുന്ന് ഓരോരുത്തരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവരെ എല്ലാവരെയും ഓർത്തുകൊണ്ട്, ഇവിടെ നിൽക്കുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട്, ഇവിടെ സ്റ്റേജിൽ നിൽക്കുന്നവരെയും അവിടെ നിൽക്കുന്നവരെ എല്ലാവരെയും ഓർത്തുകൊണ്ട് ഉള്ള കരങ്ങളെ ഉയർത്തുന്ന കർത്താവിനെ സ്തുതിക്കാം. നിങ്ങൾക്കിരിക്കാം. ഈ സമയത്ത് പ്രകാരം മുമ്പോട്ട് കടന്നു വന്ന് ഈ സർട്ടിഫിക്കറ്റ് മേടിച്ചവരെയും ഇവിടെ പഠിച്ചവരെയും എല്ലാവരെയും ഓർത്തുകൊണ്ട് ഇവിടെ അനുഗ്രഹിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രകാരം ഈ ബൈബിൾ സ്കൂളിന്റെ ഒരു ഫാക്കൽറ്റി ആയിട്ട് പ്രവർത്തിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ ഇവരെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു.
നിന്റെ മാറ്റമില്ലാത്ത ദൈവവചനം അത് പഠിക്കുവാൻ ഈ കാലഘട്ടത്തിലെ വചനത്തിൽ നിശ്ചയം പ്രാപിച്ചവരായി തീരുവാൻ പ്രിയപ്പെട്ടവർ കൊടുത്തായ ദാനത്തിനായി ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ വിളി കേട്ട് നിന്റെ ആലോചന മുമ്പിൽ അവർ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന് നിശ്ചയം പ്രാപിപ്പാൻ അവനെ പഠിക്കുവാൻ വേണ്ടി അവർ കടന്നു വന്ന് കർത്താവേ, അവർ കടന്നു വന്ന സമയങ്ങളെല്ലാം അവരെ അനുഗ്രഹിച്ചു. അതിനുവേണ്ടി സമയം കണ്ടെത്തുവാൻ സഹായിച്ചു. അവരുടെ ഭവനങ്ങൾ അതിനുവേണ്ടി ക്രമീകരിപ്പാൻ അവരെ സഹായിച്ചു. അവരുടെ ജോലി കാര്യങ്ങൾ അതിനുവേണ്ടി ക്രമീകരിപ്പാൻ അവരെ സഹായിച്ചു. ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചനം പഠിച്ച് അത് നിശ്ചയം പ്രാപിച്ച ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി ഏറ്റവും പ്രയോജനമുള്ളവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഓരോ ദാസന്മാരെയും ഓരോ ദാസിമാരെയും വീണ്ടും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ഒന്നിയോട് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ഈ കാലത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ വചനത്തിന്റെ ശക്തി ഇവരിലൂടെ വെളിപ്പെടണമേ പ്രാർത്ഥിക്കുന്നു. അവർ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം കേൾക്കണമേ. അവർ കർത്താവെ വചനം ചെയ്യുമ്പോൾ നിന്റെ നാമം ഇടിമുഴക്കുമ്പോൾ ഹൃദയങ്ങളിലാക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. അനേക ജീവനങ്ങളെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, അനേക ജീവനങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ സ്വർഗ്ഗമെല്ലാം ഒരു തീപ്പന്തങ്ങളായി ഉപയോഗിക്കണമേ പ്രാർത്ഥിക്കുന്നു. അവർ മുഖാന്തരം ഭവനങ്ങൾ വിടുതൽ പ്രാപിക്കണം. അവർ മുഖാന്തരം ജീവിതങ്ങൾ വിടുതൽ പ്രാപിക്കണം. അവർ മുഖാന്തരം അനേക കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടണം. ഈ തലമുറയിൽ ഞങ്ങൾ കർത്താവിന് വേണ്ടി ഒരു തലമുറയെ ഒരുക്കിയെടുക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ആദിശക്തിയോട് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേക സമയം ഇതിനുവേണ്ടി ഒരുക്കിയ പ്രിയ സ്കൂളിനെ ദൈവങ്ങൾ ഏൽപ്പിക്കുക. സ്കൂളിന്റെ മിനിസ്റ്ററെ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. പഠിപ്പിച്ച എല്ലാ ഫാക്കൽറ്റി ഏൽപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. വിശേഷിച്ച് നിന്റെ ദാസൻ സിസ്റ്റർ ശരണമിയെ ഞങ്ങൾ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അവർ കൊടുത്ത വേടനായ നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, വീണ്ടും അവരെ അനുഗ്രഹിച്ച് കർത്താവെ അനേക പ്രേരമായി ശക്തിയോടെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥലം ഒരിക്കൽ സമയം കർത്താവെ നദാസിനെ അനുഗ്രഹിച്ചാൽ വീണ്ടും ഒരിക്കൽ കൂടെ ഞങ്ങൾ ഒന്ന് ചേർന്ന് നദാസന്മാരെ അനുഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ വർഷക്കാലം ദൈവവചനം പഠിച്ച നദാസന്മാരെ സ്വർഗീയ കരനീട്ടി ഒരു പുതിയ അഭിഷേകത്താൽ കർത്താവ് ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവ കരങ്ങളവരെ ഏൽപ്പിക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിയേറെ അനുഗ്രഹിക്കുന്നു. അവരെ അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. പ്രാർത്ഥന വേണ്ടിക്കുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിനെ നമുക്ക് ഇവരെ കരമടിച്ച് പ്രോത്സാഹിപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പാസ്റ്റർ ബൈറൻ ജെയിംസിന് വേണ്ടി നിങ്ങൾ എല്ലാവരും കൃത്യമായി പ്രാർത്ഥിക്കണം. പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കുവാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങൾ 3 ദിവസങ്ങൾ വരാമെന്ന് കമ്മിറ്റ് ചെയ്തതാണ്. അതിലേക്ക് കണ്ണിന് ഇടത്തെ കണ്ണിന് പ്രയാസമുണ്ടായി. ഒരു ട്യൂമറായിട്ട് ഒരു കാര്യം പറഞ്ഞു. 45 മിനിറ്റ്സ് എടുക്കരുത്. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായിട്ടാണ്. കൂടെ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പാസ്റ്റേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ജെയിംസ് സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 8ാമത് നടത്തപ്പെടുന്ന ഈ ന്യൂയോർക്കിൽ 8ാമത് നടത്തപ്പെടുന്ന ഒരു കൺവെൻഷൻ്റെ 3ാമത്തെ രാത്രിയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണല്ലോ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 3 രാത്രിയിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ തക്കണം. ദൈവം നമ്മളെ ഇടയാക്കി തീർത്തു. അത് അനുഭവിച്ച എല്ലാവർക്കും ആ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുന്നു. അത് വെറുതെ നമ്മൾ കേട്ടിട്ട് കടന്നു പോവുകയല്ല. അതിൻ്റെയൊക്കെതായ ആ ഫലങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളിൽ കൂടി പ്രവർത്തിക്കാൻ പോകുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മലയാളം എക്സ്റ്റൻഷനെ പറ്റി ചിന്തിക്കുമ്പോൾ ഇത് ഒരു അത് തന്നെ പാസ്റ്റർ പി സി ചാണ്ടി പറഞ്ഞതുപോലെ ഇതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയ കാര്യമല്ല. ഒരു മനുഷ്യനും പ്ലാൻ ചെയ്തതല്ല. ഒരു മനുഷ്യൻ പ്ലാൻ ചെയ്തതായിരുന്നെങ്കിൽ ഇതെന്നെ നിന്നു പോകാനുള്ള സകല സാധ്യതകളും ഉണ്ടായിരുന്നു. ദൂരം, സാഹചര്യങ്ങൾ, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഒക്കെ നിന്നു പോകാമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞു കിടന്നായ ആ വലിയ ഒരു സത്യം അല്ലെങ്കിൽ
ആ അനുഭവം നമ്മൾക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി ദൈവം ഇങ്ങനെയൊന്ന് ഒരുക്കി തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് കാലാകാലങ്ങൾ ദൈവം ഓരോരുത്തരെ എടുത്ത് ഉപയോഗിച്ചുകൊള്ളുന്നു. ജെമിസൺ സ്കൂളിൻ്റെ ഇംഗ്ലീഷിലുള്ളതായ ക്ലാസ്സുകൾ 1958 ഇത് ആരംഭിച്ചു. ഡോക്ടർ ജെയിംസൺ ഇത് ആരംഭിക്കുവാനിടയായി തീർന്നു. എന്നാൽ മലയാളികളായ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇത് സാഹിത്യമാക്കേണ്ടതിന് വേണ്ടി ദൈവം ഞങ്ങളെ ബഹളായിരുന്നു ഞങ്ങളെ ഈ പ്രദേശത്തെ കൊണ്ടുവരേണ്ടതായി തീർന്നു. എന്നാൽ ഇവിടെ കടന്നു വന്നപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ല. എന്നാൽ ദൈവം ആ കാലാകാലങ്ങളിൽ ദൈവം ദർശനങ്ങൾ നൽകി തന്ന ഓരോ കാര്യങ്ങളിലും ദൈവം നടത്തിക്കൊണ്ടിരുന്നു. കടന്നു വന്നപ്പോൾ ഒരു കാര്യം മാത്രം ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിച്ചിരുന്നു. ഫിലിപ്പോസിനെ നിർജ്ജന പ്രദേശത്തേക്ക് അയക്കുന്ന പോലെ അയക്കുന്നു. എന്നാൽ ദൈവം ഫിലിപ്പോസിനെ അയച്ചതുപോലെ ഒരാളെ രക്ഷയിലേക്ക് ഇങ്ങനെ കടന്നു വന്ന് ആരെങ്കിലും ഒരാൾ രക്ഷയിലേക്ക് കടന്നു വന്നിട്ട് ഞങ്ങൾ മടങ്ങിപ്പോകാനായിരിക്കും മാത്രമേ ഞങ്ങളുടെ ബുദ്ധിക്ക് അത് ചിന്തിക്കുവാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ അനേക ഷണ്ണന്മാർ എന്ന് പറഞ്ഞാൽ അനേക ദൈവമക്കൾ ഈ വചനം പഠിക്കുവാനും അത് മുഖാന്തരം അവരുടെ സഭകൾ, അവരുടെ ദേശങ്ങൾ, അവരുടെ ഭവനങ്ങൾ, അവർ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ ഒക്കെ അനുഗ്രഹം പ്രാപിക്കുന്ന കണ്ട് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ ആ മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇതിനുവേണ്ടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഞങ്ങൾ തുടങ്ങുമ്പോൾ ഞങ്ങൾ വെറും അബ്രഹാമിനെ യാത്ര അയച്ച് അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടതുപോലെയാണ്. ജെയിംസ് എബ്രഹാമിൻ്റെ പേര് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ കഴിഞ്ഞൊരു വർഷക്കാലം ഞങ്ങൾക്ക് അധികമൊന്നും ഈ പ്രദേശത്തേക്ക് തുടർച്ചയായിട്ട് വരുവാനിടയായി തീർന്നിട്ടില്ല. എന്നാൽ ഞങ്ങൾ വരാത്ത ദിവസങ്ങളിലൊക്കെ വളരെ വളരെ ശുഷ്കാന്തിയോടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വേല എന്ന് കണ്ട് പ്രിയ സഹോദരന് ഞങ്ങളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് ഞാൻ ചെയ്തോളാം നിങ്ങൾ ബോധം ചെയ്യേണ്ട എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാനിടയായിരുന്നു. ദൈവം അതിനുവേണ്ടി പ്രിയ സഹോദരനെ ഒരുക്കി. ദൈവനാമ മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ സഹോദരൻ ദൈവം അധികമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരനോട് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ കൺവെൻഷന് വേണ്ടി എൻ്റെ പ്രെയർ കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രെയർ ഓരോ ഭവനങ്ങളിൽ മാറി ഞങ്ങൾ കടന്നു വരാൻ ഇടയായി തീർന്നില്ല. ഒരു ദിവസം മാത്രമേ ഞങ്ങൾ കടന്നു വരാൻ ഇടയായി തീർന്നുള്ളൂ. എന്നാൽ ബാക്കി ദിവസങ്ങളിലൊക്കെയും ഓരോ ഭവനങ്ങൾ തുറന്ന് ആ ഭവനങ്ങളിൽ വെച്ച് ജനങ്ങൾ വിശ്വാസികൾ കൂടിയിരുന്ന് ഒന്നിച്ച് ഇന്ന് നടക്കാൻ പോകുന്ന ഈ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ബലമാണ് ഇന്ന് ഇങ്ങനെ കൂടുവാൻ തക്കനിടയായി തീർന്നത്. ഒരു പാസ്റ്ററെ അതിനുവേണ്ടി കൺവെൻഷനെ പ്രീച്ചറിനെ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അത് തക്ക സമയത്ത് ദൈവം അതിനുവേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനെ അതിനുവേണ്ടി ഒരുക്കുവാനിടയായി തീർന്നു. വളരെ ബിസി ആയിട്ടുള്ള തന്നെ സ്കെഡ്യൂളിൽ കടന്നു വന്ന് ഈ വചനം ശുശ്രൂഷിക്കുവാൻ നമ്മളെ സഹായിക്കുവാൻ തക്കണം കടന്നു വന്നായ പാസ്റ്റർക്ക് വേണ്ടി ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ദൈവമായിട്ട് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി ഭവനങ്ങൾ തുറന്നു നന്നായ ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു, നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പാസ്റ്റർ സാമുമ്മൻ, ബ്രദർ ജോൺ വർക്കി, ബ്രദർ ജേക്കബ് എബ്രഹാം, ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ അതിനുവേണ്ടി തുറന്നു വരുവാൻ ഇടയായി തീർന്നു. ഭവനങ്ങൾ തുറന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുക്കുവാനിടയായി തീർന്നു. ഇതിനുവേണ്ടി അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ബ്രദർ ബിജി പി നൈനാൻ, ഡോക്ടർ റോജൻ സാം എന്നിവരെയും നന്ദിയോടെ ഞാൻ സ്മരിച്ചുകൊള്ളുന്നു. വർഷിപ്പ് ലീഡേഴ്സ് നമുക്കിപ്പോൾ കാണുവാൻ നമ്മളൊക്കെ പാട്ട് പാടും, നമുക്ക് എല്ലാവർക്കും പാട്ട് പാടാൻ സാധിക്കും. എന്നാൽ ഒന്നിച്ച് ചേർന്ന് മറ്റുള്ളവരെ വർഷിപ്പിന് വേണ്ടി ലീഡ് ചെയ്യാൻ തക്കണം പ്രിയ സഹോദരങ്ങൾ മുൻപോട്ട് കടന്നു വന്നു. എല്ലാവരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. അതിനുവേണ്ടി ഒരുക്കി വന്നതായ പ്രിയ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നതായ പ്രിയ പൈതങ്ങൾക്ക് വേണ്ടിയുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. മൈക്ക് സെറ്റ് ചെയ്തിട്ടില്ല പൈതലിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അധികമായിട്ട് ദൈവം കൊടുത്തിരിക്കുന്നതായ കഴിവുകൾ ഇനിയും അധികമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം അവരെ ഉപയോഗിച്ചു കൊള്ളട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കുമ്പോൾ വചനത്തിൽ പറഞ്ഞ വയൽ വിശാലമായിട്ടുണ്ട്, സത്യവേലക്കാർ ചുരുക്കമാണ്. ഈ ദിവസം സത്യവേലക്കാരായിട്ട് വചനം പഠിച്ചിട്ട് വെറുതെ ഇരിക്കുവാനല്ല, അതിന് പ്രയോജനം ലഭിക്കണമെങ്കിൽ അത് പഠിച്ചത് ശിക്ഷയ്ക്ക് കാരണമായി തീരാതിരിക്കണമെങ്കിൽ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായിരിക്കണം. അതിനുവേണ്ടി ദൈവം ഈ പഠിച്ച ഏവരെയും ദൈവം വീണ്ടും ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനിയും കടന്നു വന്ന് പഠിക്കേണ്ടത് ആവശ്യകതയെപ്പറ്റി നോക്കുമ്പോൾ വളരെ വിശാലമായ വേലയാണ്. ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഞങ്ങളോട് ചോദിക്കേണ്ടതായിട്ട് നിങ്ങളെ ഇവിടെ ഉള്ളവരെല്ലാം ഇങ്ങനെ ബൈബിൾ പഠിപ്പിച്ചിട്ട് ഭാഷമാരാക്കിയിട്ട് നിങ്ങളെന്താ അവർക്ക് സഭ കൊടുക്കുമോ എന്ന് ചോദിക്കേണ്ടതായിരുന്നു. ഇത് ഒരു സഭ കൊടുക്കുവാനോ അല്ലെങ്കിൽ ഒരു സഭ പൊട്ടിച്ചിട്ട് വേറെ സഭ തുടങ്ങുവാനോ ഉള്ള ഒരു പ്രസ്ഥാനമായിട്ടല്ല ബൈബിൾ പഠിക്കുന്നത്. ബൈബിൾ പഠിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ
നമ്മുടെ ദൈവത്തെപ്പറ്റി ഈ ജീവന്റെ സത്യവചനം മുമ്പേ വാസുമ പറഞ്ഞതുപോലെ ഈ സത്യവചനം നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. നാം ക്രിസ്ത്യാനികളെന്ന് പറയുന്നുവെങ്കിൽ പെന്തിക്കോസ്തുകാർ എന്നുള്ളത് പിന്നെ ഇരിക്കട്ടെ, ക്രിസ്ത്യാനി. കഴിഞ്ഞ 2 രാത്രികളിലായി മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ നിത്യത എവിടെ, ഇത് ഒന്നുകൂടി റിന്യൂ ചെയ്യുവാൻ തക്കവണ്ണം കഴിഞ്ഞ രാത്രിത്തെ മീറ്റിംഗിൽ നമുക്കിടയായി തീർന്നു. ലോകത്തിൻ്റെ വിവിധ സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്ന കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ്. ഈ രാത്രിയിലും ആ പ്രത്യാശയോടുകൂടി നമുക്ക് ദൈവസന്നിധായിരിക്കാം. എൻ്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവസന്നിധി പാടി ഇന്ന് രാത്രിയിലും കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ, എൻ്റെ ആത്മാവിനെ ഞാൻ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ഈ രാത്രി കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. Praise God. എൻ്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. എൻ്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. ധ്വനി മുഴങ്ങും ദൂതരാത്മാവിലും നാം ചേർന്ന് പാടും ധ്വനി മുഴങ്ങും ദൂതരാത്മാവിലും നാം ചേർന്ന് പാടും ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും നിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും നിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. ഞാൻ സന്തോഷിക്കാം എന്നും സ്തുതി പാടിടും എന്റെ സൗഖ്യമാക്കി വീണ്ടെടുത്തതാ. ഞാൻ സന്തോഷിക്കും എന്നും സ്തുതി പാടിടും എന്റെ സൗഖ്യമാക്കി വീണ്ടെടുത്തതാ. എന്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. എന്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. ധ്വനി മുഴങ്ങും ദൂതരാത്മാവിലും
വഴി മുമ്പോട്ട് കടന്നു വന്ന് അർപ്പിക്കപ്പെട്ട സ്തോത്രപരിപാലനം ഓർത്തുകൊണ്ടും തുടർന്ന് ദൈവത്തിന്റെ ശുശ്രൂഷയെ ഓർത്തുകൊണ്ടും ഈ സ്കൂളിനെ ഓർത്തുകൊണ്ടും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിന്റെ വചനത്തിന്റെ ശക്തിയുടെ വലിപ്പം ഗ്രഹിപ്പാൻ ഞങ്ങളുടെ എളിയ ബുദ്ധികൾക്ക് സാധ്യമല്ല. അതിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും ഞങ്ങൾ അനുഭവിക്കുമ്പോൾ അവിടെ നടക്കുന്ന അത്ഭുതം കണ്ട് ലോകം അത്ഭുതപ്പെടുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി നിന്റെ വചനം പ്രഘോഷിപ്പാൻ നിന്റെ ദാസനെ നീ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നതിനാണ് സ്തോത്രം. അത് യാതൊരു തടസ്സവുമില്ലാതെ ശക്തിയോടുകൂടി പ്രഘോഷിപ്പാൻ ഇന്ന് രാത്രി നീ ശക്തീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതിനെതിരായി പ്രവർത്തിക്കുന്ന എല്ലാ ദുഷ്ടാത്മ ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഭർഷിച്ചകറ്റുന്നു. സ്വാതന്ത്ര്യത്തോടെ ക്രിയ ചെയ്യുവാനും അതിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനും തക്കവണ്ണം ഇന്ന് രാത്രി ഏഴുകളെ തിരുമേനിയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ഈ ഹോളിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കർത്താവെ വ്യാപരിക്കുന്ന ആ വലിയ ശക്തി ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, പിന്മാറ്റക്കാരെ മടക്കിക്കൊണ്ടുവരുവാൻ, ദൈവാത്മാവിന്റെ വലിയ പ്രവർത്തനം വെളിപ്പെടുവാൻ ഇടയാകണമെന്ന് അപേക്ഷിക്കുന്നു. ഈ സ്കൂളിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന്റെ തുടക്കം മുതൽ കർത്താവെ ഇത്രത്തോളം നിന്റെ കരം ഗ്രഹിപ്പാൻ, കർത്താവെ നിന്റെ പ്രവൃത്തി മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് നീ ഇടയാക്കുന്നതിനായി സ്തോത്രം. അതിനുവേണ്ടി കർത്താവെ നിന്റെ മക്കളെ നീ ഇടയാക്കുന്നതിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഈ പട്ടണത്തിന് അനുഗ്രഹമായതിനെ നീ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. എടുത്ത സ്തോത്ര വഴിപാടിനായി നിന്നെ സ്തുതിക്കുന്നു. ധാരാളമായ പ്രതിഫലം നിന്റെ മക്കൾക്ക് നൽകി നീ ആദരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. തിരുമേനിയുടെ സന്നിധിയിൽ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കാം.